ഓണാക്കിനല്ലേ? ഹലോ എവരിവൺ. വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കറങ്ങി പോകാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ അപ്പുറത്താക്കുന്നുണ്ട്. നമുക്കിന്ന് ചെറുതായിട്ട് കുറച്ച് ഹിഡൻ സ്പോട്ട് ഉണ്ട് നാട്ടിൽ, അതൊന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇപ്പം ഞങ്ങളുള്ളത് പരപ്പയിലാണ്. പരപ്പ ഫോറസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കർണാടക വഴി പിടിക്കാമെന്ന് വിചാരിച്ച്, വെറുതെ ഇരിക്കുന്നില്ല. സോ കർണാടക പിടിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ സുള്ളിയ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്ന വഴിയെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്ലാൻ. സോ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ചങ്ങായി വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. സോ ഇവിടെ കാട്ടുപോത്തുണ്ട് എന്നാണ് മുന്നറിയിപ്പ് ബോർഡുള്ളത്. സോ നല്ല വൈബുണ്ട്. നിങ്ങൾക്കിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ ടോപ്പ് വഴിയാണ് ഗൈസ്. സോ ഞങ്ങളങ്ങനെ ഇവിടുന്ന് കുറച്ചും കൂടി തിരക്കാണ്. സോ ബൈ. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ പരപ്പ സ്കൂളും കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നു. നല്ല വൈബാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും വൈബുണ്ട്. പ്ലീസ് ജസ്റ്റ് നോക്കിയാൽ മതി. ഓ മാൻ. സോ ഞങ്ങളങ്ങനെ ജസ്റ്റ് ഒരു സ്പോട്ട് കിട്ടി. സോ വണ്ടി അവിടെ വെച്ച് നമുക്ക് ചെറുതായിട്ട് ഇങ്ങോട്ട് നടന്നു നോക്കാം. അങ്ങോട്ട് ചെറിയൊരു പുഴയുണ്ട് ഗൈസ്. പുഴയല്ല, ചെറിയല്ല കുറച്ച് വലിയൊരു പുഴയുണ്ട് ഗൈസ്. സോ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് നടക്കാം. ഫൈനലി ഇതാ ഇപ്പോൾ നമ്മൾ എത്താൻ പോവുകയാണ് ഗൈസ്. വഴികൾ നോക്കുക ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ ഫൈനലി എത്തിയിരിക്കുകയാണ്. ഓ മാൻ, വാട്ട് എ ബ്യൂട്ടി. ശരിക്കും ആ ഭാഗത്ത് തോട്ടമൊക്കെ ഉണ്ട്. ഈ ഭാഗത്താണ് കാടുള്ളത്. അങ്ങനെ ഇപ്പോൾ നിൽക്കുന്നത് കാട്ടിലാണ് ഗൈസ്. നല്ല ഫോറസ്റ്റ്. ഇതാണ് പുഴ. ഇത് ഡീപ്പ് ഫോറസ്റ്റ് ആണ് ഗൈസ്. പിന്നെ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ആനകളൊക്കെ വെള്ളം കുടിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് നല്ല ഫോറസ്റ്റാണ്. സോ അപ്പുറത്ത് ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പുറത്ത് ഇതുണ്ട്, തോട്ടവും കാര്യങ്ങളൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞങ്ങളിപ്പോൾ ഇവിടെ കുറേ നേരം നിൽക്കുന്നത് അത്ര പന്തിയല്ല. സോ അങ്ങനെ ഇവിടുന്ന് നല്ല വടങ്ങാണ്. നമുക്കിപ്പോൾ സുള്ളിയത്തേക്ക് എത്തണം. സോ ഗായ്സ് ഫൈനലി ഞങ്ങളങ്ങനെ കർണാടക ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇവിടെ നല്ല ഡേഞ്ചർ ഏരിയ ആണ്. ഇവിടെ മൊത്തം ആനേൻ്റെ ശല്യമൊക്കെ ഉണ്ട്. നല്ല അങ്ങോട്ടും നല്ല സൗണ്ടും കേൾക്കുന്നുണ്ട്. സോ ഞങ്ങളിങ്ങനെ വണ്ടി കുറച്ച് അപ്പുറം നിർത്തി. അത്ര സേഫല്ല ഇവിടെ. സോ ഞങ്ങൾ പെട്ടെന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. കർണാടക ബോർഡറിലാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നുള്ളത്. സോ നല്ല വൈബ് പ്ലേസാണ്. ഇപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഉള്ളത് കർണാടക അല്ല, പഞ്ചിക്കല്ലാണ്, ജാൾസൂർ പഞ്ചിക്കല്ലാണ്. സോ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു തൂക്കുപാലം കാണാനാണ് ഗൈസ്. സോ നമുക്ക് ബൈക്ക് ഓടിച്ചിട്ടൊക്കെ പോകാൻ പറ്റുന്നൊരു തൂക്കുപാലമാണ്. ഞങ്ങൾക്ക് ഒരു ബൈക്ക് വരുന്നുണ്ട് ഗൈസ്. ആൾക്കാരൊക്കെ ഉണ്ട്, ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവിടെ ആൾക്കാർ ഓൾറെഡി. സോ നമുക്ക് കർണാടക ബോർഡർ പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ കർണാടകത്താണ് ഇപ്പോൾ നിൽക്കുന്നുള്ളത്. സോ ജാൾസൂർ പഞ്ചിക്കൽ തൂക്കുപാലം, ഇതാണ് നൈസ് തൂക്കുപാലം. സോ ഇവിടുന്ന് നല്ല വൈബാണ് നൈസ്. മാത്രമേ ഇവിടെ ഡബിൾ ഇട്ടിട്ട് ബൈക്കിൽ പോകാൻ പറ്റൂല. ഇവിടെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ രണ്ടാൾക്കാരായിട്ട് ഇവിടെ ചിഹ്നം കാണാം. രണ്ടാൾക്കാരായിട്ട് ബൈക്കിൽ പോകാൻ പറ്റൂല എന്നാണ്. സിംഗിളായിട്ട് ഇപ്പോൾ ഇതിലൂടെ ബൈക്കൊക്കെ യാത്ര ചെയ്യാം. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാം. പിന്നെ ഇവിടെ ഭംഗി ആസ്വദിക്കാൻ നല്ല വൈബാണ്. നല്ല വൈബുണ്ട് എടുത്ത് ഒരു ഫോട്ടോ എടുത്തറാ. സോ നല്ല വൈബുണ്ട്. തൂക്കുപാലം വൈബും ഉണ്ട്. പിന്നെ തൂക്കുപാലത്തിന് കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് ഞങ്ങൾ കുറച്ച് മുമ്പ് കണ്ട ആ പുഴ. നേരത്തെ ഞാൻ നിങ്ങൾക്കൊരു പുഴ എൻ്റെ ഫോൺ ഓഫായി. സോ ഞങ്ങൾ കിടന്ന് അങ്ങനെ തൂക്കുപാലത്തിന് മടങ്ങുകയാണ്. ഞങ്ങൾക്ക് ഇനി നേരെ സുള്ളിയത്തേക്ക് വിടാം ഗൈസ്. സുള്ളിയത്തിന് മുമ്പായിട്ട് സ്ഥലം കിട്ടുന്നുണ്ടെങ്കിൽ സെറ്റാക്കാം. ഹലോ ഗൈസ്, ഫൈനലി ഞങ്ങൾ അങ്ങനെ സുള്ളിയത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ വണ്ടിയിൽ എണ്ണ തീർന്നു ഗൈസ്. സോ എൻ്റെ വണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വരും, എൻ്റെ കൂട്ടുകാരൻ കൊണ്ടുവരുന്നുണ്ട്. സോ നമുക്കിപ്പോൾ വണ്ടിയിൽ നിന്ന് വണ്ടിയും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. ഹലോ ഗൈസ്, നമ്മളെ ചെക്കനങ്ങനെ വന്നിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോൾ വണ്ടി ആയിട്ട് പോവാണ്. അപ്പുറമുണ്ട്. സോ ബൈ ഗൈസ്.